ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ചെറിയ പഴവും ഗോതമ്പപ്പൊടിയും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. അപ്പം ഗോതമ്പ് പൊടിയും ചെറിയ പഴവും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. പിന്നെ വേണ്ടത് ചെറിയ പഴം. വലിയ പഴം വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ പഴം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ഇത്രയും എടുത്തതിന് കുറച്ച് അളവ് കുറച്ചാലും പ്രശ്നമല്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഫുൾ അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അതങ്ങോട്ട് നീക്കി വെച്ചതിനോട് തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടി ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നത്. റവ നിർബന്ധമല്ല, നിങ്ങളെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, അരിപ്പൊടി അല്ലെങ്കിൽ റവ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു മാവ് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ കിട്ടണേ, മിക്സിയിലിട്ട് കറക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി വെള്ളമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം 1.5 ഗ്ലാസ്സോരം വെള്ളം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേണേ. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു 3 ശർക്കര ലായനി ഉണ്ടാക്കിയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പം നമ്മൾ ഈ ഒരു പച്ചവെള്ളത്തിൻ്റെ അളവ് കുറക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. വൈകുന്നേരത്തെ ചായക്കടി എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടിയോ റവേ പിന്നെ നല്ല അരിപ്പൊടിയോ ഏതെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറത്തിന് അതിലേക്ക് ഈ ഒരു മാവ് ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പഴം ഉണ്ടല്ലോ, അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ടൊരു കറക്കിയെടുക്കുകയാണ്. നിങ്ങൾ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് തേങ്ങ ഇട്ട് കൊടുക്കണില്ലേ, 1-2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്താലും മതി. ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ കടിക്കണമെന്നുണ്ടെങ്കിൽ മതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ജാറ് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് പഠിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് ഒരു നുള്ള ഉപ്പിട്ടോ, 2 കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മതിയിട്ട് ബേക്കിംഗ് സോഡ, ഒരുപാടൊന്നും വേണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത എള്ളുണ്ടല്ലോ, അല്ലെങ്കിൽ കരിഞ്ജീരകം, ഏതായാലും പ്രശ്നമില്ല, ഓപ്ഷണൽ ആട്ടങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തണം കേട്ടോ. വൈകുന്നേരമൊക്കെ ഞാൻ മക്കൾക്ക് ചായക്കടിക്കൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടണേ. ഇനി ഞാനിതാ ഒരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടായതിന് ശേഷം ഓരോ സ്പൂണും മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്നൊക്കെ ഇതായി കിട്ടും. വെറും 2-3 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ, ഇത് വേവിച്ചെടുക്കാൻ. ഒരുപാട് ഓയിലോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതിയെ. ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെക്കാൻ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ. അങ്ങനെ ഓരോ കുയ്യിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ജസ്റ്റ് 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുത്തതിന് കേട്ടോ. ഇനി നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. തീ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കണേ, അല്ലെ പെട്ടെന്ന് ഉള്ളൊന്നും വേവാതെ തന്നെ കളറ് മാറിയിട്ട് ഇങ്ങോട്ട് ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഈ നടുക്കുള്ളത് പെട്ടെന്നൊക്കെ ആയി കിട്ടീനെ. ഈ ഒരു സൈഡിലേക്ക് തീ കുറച്ച് കുറച്ച് വെച്ചതുകൊണ്ട് കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നടുവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഈ ഒരു കിടിൽ നല്ല സോഫ്റ്റുള്ള പലഹാരം റെഡിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വൈകുന്നേരം ചായക്കോ അല്ലെങ്കിൽ രാവിലത്തെ ചായക്കൊക്കെ ബെസ്റ്റാണ്. മധുരത്തിന് പകരമായിട്ട്
ശർക്കര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതാ ഈ ഒരു പലഹാരം നടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും നമ്മളത് റെഡി ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മാവിൻ്റെ കട്ടി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓവറായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാതെ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആർക്കും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പലഹാരം ഓരോന്നിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിന് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ അതാണ് നല്ല സോഫ്റ്റുള്ള പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.